കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസിലെ മുഖ്യപ്രതി ആലുവ അതുൽ പിടിയിൽ. തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. എം മനോജ് ചേരുന്നു. മനോജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, മുഖ്യപ്രതിയായിട്ടുള്ള അലുവ അതുലാണ് തമിഴ്നാട് നിന്നും പിടിയിലായിട്ടുള്ളത്. ഇയാൾക്കായി കുറെ ദിവസമായി തന്നെ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു. കൊലപാതകത്തിൽ നേരത്തെ 10 പേർ അറസ്റ്റിലായിരുന്നു. അതായത് ഈ കൊട്ടേഷൻ നൽകിയ പങ്കജ് മേനോൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിരുന്നു. പിന്നാലെ അതുലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ശക്തമാക്കിയിരുന്നു. ഇയാൾ ഒളിവിൽ പോയിരുന്നു. അതായത് എറണാകുളത്ത് വെച്ച് പോലീസിന്റെ മുന്നിൽ പെട്ടെങ്കിലും തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. അന്ന് ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് ഇയാൾ നാടുവിടുകയായിരുന്നു. ഇതിനിടെയാണ് പോലീസിന്റെ കണ്ണിൽപ്പെട്ടത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് 11 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അലുവ അതുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചവരുൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാർച്ച് 27-ാം തീയതിയാണ് കൊലപാതകം നടത്തുന്നത്. പുലർച്ചെ തന്നെ സന്തോഷിന്റെ വീട്ടിലേക്കെത്തി സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷമായിരുന്നു ഈ ഒരു ആക്രമണം നടത്തുന്നത്. ഈ സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് ഈ അന്വേഷണം തുടർന്നത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വാഹന അപകടത്തിൽ കായിക താരത്തിന് ദാരുണാന്ത്യം. തഴവ വടക്കുംമുറി കിഴക്ക് സ്വദേശി നന്ദദേവനാണ് മരിച്ചത്. മറ്റൊരു ബൈക്ക് യാത്രികനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ നന്ദദേവൻ ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നന്ദദേവനൊപ്പം ഉണ്ടായിരുന്ന ശ്രീനാഥ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭൂട്ടാനിൽ നടന്ന ഏഷ്യൻ റൂറൽ സ്പോർട്സ് ഗെയിംസിൽ നന്ദദേവൻ പങ്കെടുത്തിട്ടുണ്ട്.